അധ്യക്ഷനും പറഞ്ഞതുപോലെ ഇത് വളരെ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ധർമ്മസമരമാണ്. ഇതൊരു ജീവിത സമരമാണ്. എല്ലാ പ്രശ്നങ്ങളും സമരം വഴിയെ നേടിയിട്ടുണ്ട്. ഈ സമരത്തോടൊക്കെ പുച്ഛമുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവര് പറയുന്നത് ഈ സമരമൊക്കെ എന്തിനാന്നാ. സമരം എന്തിനാണെന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായപ്പോ ഡൽഹിയിൽ നമ്മൾ കണ്ടത്. CJP തുടങ്ങി വെച്ച് മറ്റെല്ലാവരും അതിൽ ചേർന്നപ്പോ രാജ്യത്ത് ഞങ്ങളുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾ 56 അടി വീതി ഉണ്ടെന്നും ആര് പറഞ്ഞാലും ഞങ്ങൾ ആരും തിരുത്താൻ വേണ്ടി പോകുന്നില്ലെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന ചില നിയമങ്ങൾ, കരിനിയമങ്ങളും അതുപോലെ ഞങ്ങളുടെ ചില സമ്പ്രദായിക രീതികളുമെല്ലാം വെച്ച് ഞങ്ങൾ ഒന്നും തിരുത്താൻ വേണ്ടി പോകുന്നില്ല. സ്വയം ഒരു ചാടയ്ക്കും ഒരു കരിനിയമത്തിനും ഒരു 56 ഇഞ്ച് വീതിക്കും തടഞ്ഞു നിർത്താനായില്ല. അവരുയർത്തിയ മുദ്രാവാക്യങ്ങൾ ഒത്തുതീർപ്പോടെയാണ് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. നമ്മുടെ രാജ്യത്ത് പരീക്ഷ നടത്തി അവരുടെ മികവ് തെളിയിക്കുവാൻ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമായ വിദ്യാഭ്യാസ കാലയളവിൽ അവർ നടത്തിയ പരിശ്രമത്തിന്റെ പ്രയത്നത്തിന്റെ എല്ലാം ഭാഗമായി അതിനുവേണ്ടി ചെലവഴിച്ച തുകയുടെ എല്ലാം പ്രതിഫലമായി ലഭിക്കേണ്ട അവരുടെ റിസൾട്ടും അവരുടെ ഒരു ജോലി എന്ന അവരുടെ സങ്കല്പവും സാക്ഷാത്കരിക്കുന്നതിന് തടസ്സമാകുന്ന നിലയിൽ രാജ്യത്തിന്റെ ചരിത്രത്തിൽ പുതുതായി കടന്നു വന്ന അട്ടിമറി പ്രവർത്തനങ്ങളെ ക്വസ്റ്റ്യൻ കമ്പോളത്തിൽ വിൽക്കപ്പെടുന്ന ക്വസ്റ്റ്യൻ 10,000 കണക്കിന് രൂപ